റോളക്സ് അവൻ പേര് ദില്ലി. മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മയക്കുമരുന്ന് തകർത്തെറിയുന്നു. പിന്നീട് മയക്കുമരുന്നിന്റെ ചുരുക്കുണ്ടിൽ നിന്ന് അദ്ദേഹം ഉയർത്തെണിക്കുന്നത് ബോളിവുഡ് ലോകത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും വിലയേറിയ ഒരു താരമായി അദ്ദേഹം മാറുന്നു. പറഞ്ഞു വരുന്നത് റോബർട്ട് ഡൗണി ജൂനിയറിനെ കുറിച്ചാണ്, അഥവാ അയൺമാനിനെ കുറിച്ചാണ്. 1965 ഏപ്രിൽ 4 റോബർട്ട് ഡൗണിയുടെ മകനായിട്ട് റോബർട്ട് ഡൗണി ജൂനിയർ ജനിക്കും. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഫിലിം ഡയറക്ടറായിരുന്നു, അമ്മ ഒരു ആക്ട്രസ് ആയിരുന്നു. അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളിലായിരുന്നു അമ്മ കാര്യമായിട്ട് അഭിനയിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ വീട് ഒരു സിനിമാ അന്തരീക്ഷത്തിലൂടെയായിരുന്നു ജീവിതം കടന്നുപോയത്. അച്ഛന്റെയും അമ്മയുടെയും തിരക്കുകൾക്കിടയിൽ ടോണിയെ ശ്രദ്ധിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാലും അച്ഛനായിരുന്നു ടോണിയുമായി കൂടുതൽ അടുത്ത വയസ്സിൽ മയക്കുമരുന്ന് അഡിക്റ്റ് ആയിട്ടുണ്ടായ അച്ഛൻ്റെ മയക്കുമരുന്ന് ഉപയോഗം കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ഡിവോഴ്സ് ആവുകയാണ്. അദ്ദേഹത്തിൻ്റെ 13ാമത്തെ വയസ്സിൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരികയാണ്. അതിനുശേഷം അദ്ദേഹം ന്യൂയോർക്കിലേക്ക് താമസം മാറുകയും ചെയ്തു. അദ്ദേഹം മുഴുവനായിട്ടും ആക്ടിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഒരു സിനിമാ ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ റോളുകൾ അദ്ദേഹത്തിന് കിട്ടുകയ്ക്ക് 1987 അദ്ദേഹത്തിന് പ്രധാന കഥാപാത്രത്തിൻ്റെ വേഷം അദ്ദേഹത്തിന് കിട്ടുന്നത്. അവിടെ മുതലാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനുശേഷം പുറത്തിറങ്ങിയ ലെസ് ദാൻ എ സീറോ എന്നൊരു സിനിമയിൽ അദ്ദേഹത്തിന് മെയിൻ റോൾ കിട്ടുകയാണ്. അഭിനയിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ഫിലിമിൽ അഭിനയിക്കുകയായിരുന്നില്ല, ഞാൻ ജീവിക്കുകയായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് വില്ലൻ ആയിരുന്നത് മയക്കുമരുന്നായിരുന്നു. അതിനുശേഷം 1992 ബോറ എന്ന സ്ത്രീയും ജീവിതത്തിൽ വന്നുവെങ്കിലും ഇവിടെ മയക്കുമരുന്ന് ഒരു വില്ലനായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ ശീലങ്ങൾ കാരണം അവൾ ഡിവോഴ്സ് ആവുകയാണ് ചെയ്തത്. മയക്കുമരുന്ന് ഉപയോഗം അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ തകർത്തെറിയുകയാണ്. ഒരുപാട് ഫേമസ് ആയിരുന്ന വ്യക്തി ഒന്നുമല്ലാത്ത രീതിയിലേക്ക് മാറുകയാണ്. ഡ്രഗ് യൂസ് ചെയ്തതിനും അത് കൈവശം വച്ചതിനും പലതിനും പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തെ ഒരുപാട് തവണ ടോണി ജൂനിയർ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അതിനുശേഷമാണ് സൂസൻ എന്നൊരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു മാലാഖയെ പോലെ കടന്നു വരുന്നത്. എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ഡ്രഗിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതു മുതലാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം പതിയെ ടോണി ജൂനിയർ കുറച്ചു വരുന്നത്. മയക്കുമരുന്ന് ജീവിതത്തിൽ സമ്പാദിച്ച എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് തെരുവിൽ നിൽക്കുമ്പോഴും അദ്ദേഹം വിട്ടുകൊടുക്കാൻ ശ്രമിച്ചില്ല. അങ്ങനെ 2007 മാർവൽ സ്റ്റുഡിയോസ് അദ്ദേഹത്തിന് ഒരു വേഷം നൽകുകയാണ്. റോബർട്ട് ഡൗണി ജൂനിയർ എന്ന വ്യക്തി ലോകം മുഴുവൻ അറിയാൻ കാരണക്കായ ഒരു വേഷം, അയൺമാൻ. ഇത്തരത്തിൽ തന്നെ മാർവലിൻ്റെ ഓരോ സിനിമകൾ കഴിയുമ്പോഴും 100 മുതൽ 200% വരെ ശമ്പളം ഉയർന്നു വരികയാണ്. അങ്ങനെ ബോളിവുഡിലെ ഏറ്റവും വിലയേറിയ താരമായി മാറുകയാണ് റോബർട്ട് ഡൗണി ജൂനിയർ. അദ്ദേഹം പറയുന്നുണ്ട്, Remember that just because you hit bottom doesn't mean you have to stay there. ഇതിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ എല്ലാം തകർന്നു നിൽക്കുമ്പോഴും തൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് അദ്ദേഹം ഉയരത്തിലേക്ക് എത്തുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിക്ക് നേടണമെന്ന വാശിയുണ്ടെങ്കിൽ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ എന്തും നേടാമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും അടുത്ത വീഡിയോ വരുമെന്ന് ഉറപ്പു നൽകുകയാണ്. പീസ് ഔട്ട്.